ഹായ് ഹലോ നമസ്തേ. കംഫ്ലിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്നൊരു വിഷയമാണ്. അതായത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ പേര് മാറിപ്പോവും. വ്യസന സമേതം ബന്ധുമിത്രാദികൾ, ആ ഒരു സിനിമയും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ എന്താണ് കാരണം, അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, അതിനെയൊക്കെ ഒന്ന് പറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് സംഭവം? വിപിനസ് എന്ന യുവ സംവിധായകനും തിരക്കഥാകൃത്തും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അതിൻ്റെ ഒരു ചുറ്റുപാട്, സിനിമയുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു മരണവും ആ മരണ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളെ കോമഡിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് നമുക്ക് അതിനൊരു ഔട്ട്ലൈനായിട്ട് വേണമെങ്കിൽ പറയാം. സിനിമയെക്കുറിച്ച് തൻ്റെ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ ഇതിനു മുമ്പ് വാഴ എന്ന് പറയുന്ന സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്താണോ ഡയറക്ട് ചെയ്താണോ? വാഴ പ്രൊഡ്യൂസ് ചെയ്തതാണ്. വാഴയല്ല, ജയ 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 ഹേ മുതൽ ജയ 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 ഹേ, അന്താക്ഷരി, വാഴ, ഗുരുവായൂർ അമ്പലനടയിൽ, ഇത്തരം 4 ഹിറ്റ് സിനിമകൾക്ക് ശേഷം വിപിൻ ദാസ് അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു മലയാളികളുടെ മാറുന്ന സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച്. പണ്ടൊരു നടനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നടൻ്റെ സിനിമ എന്ന നിലയിൽ മാത്രം സിനിമയെ സമീപിച്ചുകൊണ്ടിരുന്ന മലയാളി ഇന്ന് എല്ലാം നോക്കുന്നുണ്ട്. സംവിധായകൻ ആരാണ്, പ്രൊഡ്യൂസർ ആരാണ്, അത് ഏത് ഫിലിം ഹൗസാണ് പുറത്തു കൊണ്ടുവരുന്നത്, ഇതെല്ലാം നോക്കി ഒരു സിനിമയ്ക്ക് പോകുന്ന മലയാളിയെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ വിപിൻ ദാസ് എന്ന പേരിനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ വിപിൻ ദാസ് ഈ പേരിപ്പോൾ അധികം നമ്മൾ സിനിമയെ പറ്റി ഒരുപാട് നോക്കുന്നവർക്ക് വിപിൻ ദാസിനെ പറ്റി അറിയാം. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പൊതുവായിട്ട് നോക്കുന്നവർക്ക് ഈ ഒരു പേര് മനസ്സിലാവാൻ കാരണം ഇപ്പോൾ വിപിൻ ദാസ് ഉന്നയിച്ച ഒരു പ്രശ്നമാണ്. അതായത് ഈ സിനിമയെ പറ്റി നല്ല റിവ്യൂ പറയാൻ വേണ്ടി ഒരു റിവ്യൂവറും അല്ലെങ്കിൽ ആ റിവ്യൂവറിന്റെ പേജ് പൈസ ആവശ്യപ്പെട്ടു. അതാണ് വിപിൻ ദാസ് ഉന്നയിച്ച പരാതി. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മലയാള സിനിമയിൽ ഇത് ആദ്യമായിട്ടല്ല. പക്ഷെ അപ്പോഴെല്ലാം ഉള്ള പ്രത്യേകത എന്തെന്നാൽ ആര് പണം ചോദിച്ചു, എങ്ങനെ പണം ചോദിച്ചു, എവിടെ പണം ചോദിച്ചു, ഇതൊന്നും പുറത്തു വരുന്നത് പതിവല്ല. ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നോണം ഇത്തരത്തിലൊരു ആരോപണം വരും, പിന്നീട് കാലത്തിന്റെ കുത്തൊഴുക്കിൽ അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. ഇതായിരുന്നു നടക്കുന്നത്. പക്ഷെ ഇപ്പോൾ വിപിൻ ദാസ് കൃത്യമായി പേരുന്നയിച്ചുകൊണ്ടാണ് ആരോപണം നടത്തിയിരിക്കുന്നത്. ബിജിത്ത് വിജയൻ സിനിഫൈൽ എന്ന കൂട്ടായ്മയുടെ അഡ്മിനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയാണ് പണം നൽകണം, പണം നൽകിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നു, സിനിമയ്ക്കെതിരെ നെഗറ്റീവ് പറയും, മോശമായി സിനിമയെ ചിത്രീകരിക്കുക എന്ന രീതി പറഞ്ഞു എന്ന രീതിയിൽ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. ഈ സിനിഫൈൽ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്തുണ്ട്, ഫേസ്ബുക്കിൽ ഞാൻ അതിനകത്തുണ്ട്. ആ സിനിമയിൽ എനിക്ക് സിനിമയോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പൊതുവേ ആ പേജിൽ സ്ഥിരമായിട്ട് സ്ക്രോൾ ചെയ്യാറും വായിക്കാറും ഒക്കെ ഉണ്ട്. അതിനകത്ത് ചെറിയ സിനിമയെന്നില്ല, വലിയ സിനിമയെന്നില്ല, മലയാളമൊന്നുമില്ല, തമിഴെന്നില്ല, എല്ലാ സിനിമയെ പറ്റി അതിനകത്ത് റിവ്യൂകൾ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇന്നലെ വന്നൊരു പോസ്റ്റ്, അതായത് അമീറ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ മീനാക്ഷി, ആങ്കർ മീനാക്ഷിയുടെ അമീറ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഡയറക്ടറാണ് റിയാസ് മുഹമ്മദ് ഇട്ട ഈ പോസ്റ്റിൽ പറയുന്നത് ഈ അമീറ എന്ന് പറയുന്ന ഈ സിനിമ കുറച്ചുപേരെങ്കിലും ശ്രദ്ധിക്കാൻ കാരണം ഈ ബിജിത്ത് വിജയനും ഈ സിനിഫൈൽ ഗ്രൂപ്പുമാണ് കാരണം എന്നാണ് ഇതിൻ്റെ ഡയറക്ടറായ റിയാസ് മുഹമ്മദ് പറഞ്ഞത്. അതായത് ഈ ബിജിത്ത് വിജയൻ അങ്ങോട്ട് റിയാസ് മുഹമ്മദിന് മെസ്സേജ് അയക്കുകയും ഇതിന് ഞങ്ങൾ ഫുള്ള് സപ്പോർട്ട് തരുമെന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ഈ റിയാസ് മുഹമ്മദ് ഇന്നൊരു പോസ്റ്റ് ഇട്ടു. അത് സത്യം ഇത് തന്നെ ആണോ എന്നെല്ലാവരും ചിന്തിക്കണം ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു പോസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വിജയം നേടുക എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ വഴി. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കുക. ഒരു ഇൻസ്റ്റാഗ്രാം റീല് റീച്ച് ആവുന്നത് അല്ലെങ്കിൽ വൈറലാവുന്നത് പൊതുവെ ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ്. എന്തേലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമാളിത്തരം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യും, അതിനെ വന്ന് തെറി വിളിക്കാനും കളിയാക്കാനും ഒത്തിരി പേര് കമൻ്റ് ഇടും. ആ കമൻറ്റിലൂടെ ആ വീഡിയോ റീച്ച് ആവും, അതിന് ലൈക്കുകളും വ്യൂസും കിട്ടും, അങ്ങനെ വൈറലാവുക. അതിപ്പോൾ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു സ്വഭാവമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ആ ഏറ്റവും അവസാനം പുള്ളി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം തന്നെ, നെഗറ്റീവ് പബ്ലിസിറ്റി ഉദ്ദേശിച്ച് ചിലവർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണോ എന്നും കൂടെ ഇതിനെപ്പറ്റി ആലോചിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ചർച്ച വരുന്നതിനുള്ള കാരണം തന്നെ വിപിൻ ദാസ് കൊടുത്ത ഒരു കേസാണ്. അപ്പോൾ നമുക്കതിൻ്റെ നിയമവശങ്ങളിലേക്കൊന്ന് കടക്കാം. നിയമവശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് എക്സ്റ്റോർഷനെ കുറിച്ചാണ്. എക്സ്റ്റോർഷൻ എന്നാൽ
ഒരാൾക്കെതിരെ മോശമായ ഒരു കാര്യം ചെയ്യും എന്ന പ്രതീതി ഉണ്ടാക്കുക. ഇവിടെ വിജിത് വിജയൻ വിപിൻ ദാസിനോട് പറഞ്ഞിരിക്കുന്നത് സിനിമയെ മോശമായി ചിത്രീകരിക്കുമെന്നാണ്. IPC 383 എക്സ്റ്റോർഷനെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയായി പരിണമിച്ചപ്പോൾ സെക്ഷൻ 308 എക്സ്റ്റോർഷൻ പറയുന്നത്. അടുത്തതായി വരുന്ന ഒരു നിയമവശം ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, കുറ്റകരമായ ഗൂഢാലോചനയാണ്. അത് IPC സെക്ഷൻ 503 ആയിരുന്നു. എന്നാൽ BNSലേക്ക് വന്നപ്പോൾ സെക്ഷൻ 351 ഏറ്റവും പ്രധാനപ്പെട്ടവും നമ്മൾ പൊതുവെ കേൾക്കുന്നതുമായ ഒരു നിയമവശം ഇതിനുള്ളത് ഡിഫമേഷനാണ്, അപകീർത്തിപ്പെടുത്തുക. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു സൃഷ്ടിയെ അപകീർത്തിപ്പെടുത്തുക, പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുക. IPCയിൽ 499 ഡിഫമേഷനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഡിഫമേഷനെ ശിക്ഷകളെക്കുറിച്ച് സെക്ഷൻ 500 പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ BNSൽ 356 അപകീർത്തിപ്പെടുത്തലുമായിട്ടുള്ള കേസുകളുമായി സംബന്ധിക്കുന്ന സെക്ഷൻ. IPCയും BNSും അല്ലാതെ മറ്റൊരു സെക്ഷൻ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു സാമൂഹ്യ മാധ്യമത്തിലെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഉള്ള ഒരു പേജിലെ അഡ്മിനെതിരായിട്ടുള്ള ആരോപണമാണ്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയെ എങ്ങനെ അപകീർത്തിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്? തൻ്റെ പേജിലൂടെ അല്ലെങ്കിൽ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അപകീർത്തിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ IT ആക്റ്റും ഇവിടെ ഒരു നിയമവശമായിട്ട് വരാം, അല്ലെങ്കിൽ കേസിനെ സ്വാധീനിക്കുന്ന ഘടകമായി മാറും. IT ആക്ടിലെ സെക്ഷൻ 66A, പക്ഷെ ഇന്ന് 66A ഇല്ല. കാരണം 2015 സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്ത ഒരു സെക്ഷനാണ് 66A. അതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. അതല്ലാതെ വരുന്ന ഒരു സെക്ഷൻ 67 സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ അത്തരം നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുക. നമ്മൾ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ഷൻസ് ആണ് ഇതിൻ്റെ നിയമവശമായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിലെല്ലാ സെക്ഷനും അതിൻ്റേതായ ശിക്ഷകളുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ സെക്ഷൻ പ്രകാരമാണ് FIR വരുന്നതെന്ന് നമുക്കറിയില്ല. കോടതിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ കോടതി അതിൽ ഏതൊക്കെ സ്വീകരിക്കും തള്ളിക്കളയും എന്ന് നമുക്കറിയില്ല. കോടതിയിലുണ്ടാവുന്ന രണ്ട് വശങ്ങളും കോടതിയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നിയമവശങ്ങൾ ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ നിന്നും ഉണ്ടായേക്കാം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. ഇപ്പം നിയമവശം പലർക്കും അറിയത്തില്ലായിരിക്കും. അത് ശ്രീയർ LLB ആണ്, അതുകൊണ്ടാണ് അവൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പോലീസ് അന്വേഷിക്കും, ഇരുഭാഗങ്ങളിൽ നിന്നും മൊഴിയെടുക്കും, പറയാനുള്ളതെല്ലാം കേൾക്കും. അതിനുശേഷം കൃത്യമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ കോടതിയിലേക്ക് മൂവ് ചെയ്യുകയുള്ളൂ. കാരണം ഇപ്പോൾ ഇത്രയും സാമൂഹിക ശ്രദ്ധ നേടിക്കഴിഞ്ഞു, ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ ഒരു കേസാണ്. അതുകൊണ്ട് ഇതിലുണ്ടാവുന്ന ഒരു ചെറിയ പിഴവ് പോലും വലിയ രീതിയിൽ ചർച്ചയാവും. ഇതിൻ്റെ സത്യം പുറത്തു വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിനിമാ മേഖലയുടെ തന്നെ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം സിനിമാ മേഖലയിലുള്ള ഒരു വ്യക്തി, അതും ഇത്രയും 4ഓളം തുടർച്ചയായി ഹിറ്റ് ചിത്രങ്ങൾ പങ്കാളിയായ ഒരു വ്യക്തി, സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. നമ്മൾ എല്ലാ സിനിമകൾക്കും പ്രൊമോഷൻ ഇത്തരം ഗ്രൂപ്പുകളിലൂടെ തന്നെയാണ് നടക്കുന്നത്. നമ്മളൊരു ഓൺലൈൻ മീഡിയ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കാണുന്നതാണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ട്രോളുകളുടെ ഒരു മഴയാണ്. അതിൽ പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും. എന്നാൽ ഈ ട്രോളി പറയുന്ന കാര്യങ്ങളായിരിക്കില്ല കമൻറ്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നത്. അത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു സമീപനത്തിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രോള്, അതുപോലെ തന്നെ ഒത്തിരി പേര് റിവ്യൂ പറയുന്നു, മൈക്കും കൊണ്ട് ഓടുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതിനെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? ഈ റിവ്യൂ കണ്ട് സിനിമ കാണുന്നതാണോ അത് നമ്മുടെ ഇഷ്ടപ്രകാരം സിനിമ കാണുന്നതാണോ നല്ലത്? ഞാൻ പൊതുവേ സിനിമകളെല്ലാം ആദ്യ ദിവസം തന്നെ പോയി കാണാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ സിനിമയ്ക്ക് നെഗറ്റീവും പോസിറ്റീവ് വരും. നെഗറ്റീവ് റിവ്യൂ വന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നല്ല സിനിമ നെഗറ്റീവ് കാരണം പൊട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പൊട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ നല്ല സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ പോയി കാണും. അത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ കൂടെ ചെറിയൊരു അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന സിനിമയാണെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് ഉറപ്പായിട്ടും പറയാം നല്ല സിനിമയാണ് കാണണം. ആ പുള്ളി പോയി കണ്ട് അടുത്ത് ഇഷ്ടമാണെന്ന് പറയും. ആ ഒരു രീതിക്കാണ് സിനിമ ഹിറ്റാവുന്നതും ഫാമിലീസ് വരുന്നതും. അല്ലാതെ ഒരു റിവ്യൂ കണ്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പോകുന്നവരുണ്ട്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിലായാലും ഹിറ്റ് ഓർ ഫ്ലോപ്പ് ഒന്ന് നോക്കി തിയേറ്റർ റെസ്പോൺസ് നോക്കി പോകുന്നവരുണ്ട്. അപ്പോൾ ഒരു മനഃപൂർവ്വം സിനിമയെ കുറ്റപ്പെടുത്തി ആൾക്കാർ കാണാണ്ടാത്ത രീതിക്ക് അതിനെ ആക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊരു തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ്. പക്ഷേ
എനിക്ക് തോന്നുന്നു നല്ല സിനിമയാണെങ്കിൽ, നീ പറഞ്ഞ പോലെ നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഇന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കാതെ സിനിമ നല്ലതാണെങ്കിൽ പോയി തിയേറ്ററിൽ കാണുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി പ്രായം ചെന്ന ആൾക്കാർ പോലും ഈ അടുത്ത് തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയത് നമ്മൾ കണ്ടതേ ഉള്ളൂ. പക്ഷേ വ്യസനസമേതം ബന്ധുമിത്രാദികളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അധികം പോപ്പുലേഷൻ കിട്ടിയിട്ടുള്ള സിനിമയല്ല. ഇപ്പൊ ഇത്തരത്തിലൊരു വിവാദം വന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചെറിയ സിനിമയെ ഈ ഒരു വിവാദം ഇനി എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അവിടെ തന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിഫൈൽ ഗ്രൂപ്പിൽ ഈ വിജിത്ത് വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ചിലർ പറയുന്ന കാര്യം ഇപ്പൊ നീ പറഞ്ഞ തന്നെ അതിന് വലിയ പോപ്പുലാരിറ്റി ഇല്ലാത്തൊരു സിനിമയാണ്. ഇപ്പൊ ആൾക്കാർ ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യമാണോ എന്ന് ചോദിക്കുന്നവരും കമന്റ് ബോക്സിലുണ്ട്. പക്ഷെ വിപിൻ ദാസ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത് മുൻപ് വാഴ ഇറങ്ങിയ സമയത്തും ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. വാഴ ഇറങ്ങിയ സമയത്തും ഇതുപോലെ പൈസ ആവശ്യപ്പെട്ടു, ഇല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഒന്നും പുറത്തു വിട്ടില്ല. ഇതിപ്പോ വീണ്ടും ആവർത്തിച്ചപ്പോൾ താൻ പുറത്തു വിടുകയാണെന്നുള്ള രീതിയിലാണ് വിപിൻ ദാസ് പറഞ്ഞത്. അപ്പൊ അന്ന് പുറത്തു വിടാതിരുന്ന ഒരു കാര്യം ഇന്ന് പുറത്തു വിടുമ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ചർച്ച ഉണ്ടാവും. വിപിൻ ദാസ് പറഞ്ഞ ഇപ്പോൾ വാഴയുടെ സമയത്ത് ഉന്നയിച്ചില്ല, പക്ഷെ ഇപ്പോൾ അത് ഉന്നയിച്ചു എന്നുള്ളതിന്റെ ഒരു വശം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിന് മറ്റൊരു വശമായിട്ട് വിപിൻ ദാസ് തന്നെ പറയുന്നത് വാഴയുടെ സമയത്ത് ഇങ്ങനൊരു കാര്യം നടന്നു, പക്ഷെ അന്ന് വാഴ ഓൾറെഡി ഹിറ്റായി കഴിഞ്ഞു. യുവാക്കൾ ഏറ്റെടുത്ത ഒരു സിനിമയാണ്. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ടൈറ്റിലോട് കൂടി വന്ന് അതങ്ങനെ തന്നെ യുവാക്കൾ ഏറ്റെടുത്തു എന്ന് തോന്നിപ്പിച്ച ഒരു സിനിമയാണ് വാഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് ഈ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഭീഷണിയൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരതങ്ങ് കളഞ്ഞു. പക്ഷേ അതുപോലെയല്ല വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന ഈ കൊച്ചു സിനിമ. ഈ സിനിമയെക്കുറിച്ച് പോലും, ഈ സിനിമയ്ക്കെതിരെ പോലും ഇങ്ങനെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിന് തെളിയിക്കാൻ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇത്തരത്തിൽ വിജിത് വിജയനും അല്ലെങ്കിൽ സിനിഫൈലിൻ്റെ ആൾക്കാർ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കോൾ റെക്കോർഡ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്നു. അത് അദ്ദേഹത്തിന് തെളിവായിട്ട് സമർപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇനി ഒരു സിനിമയ്ക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത്. ഒരാളുടെ ഭീഷണി അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുമെന്ന പേടിയിൽ ഒരു സിനിമ ഇറക്കേണ്ട ഗതികേട് ഒരു പ്രൊഡ്യൂസറിനും ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഒരു സിനിമ ക്രൂവിനും ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പരാതി നൽകുന്നതെന്നാണ് വിപിൻ ദാസ് തന്നെ പറയുന്ന മറ്റൊരു വശം. അപ്പോൾ ഇതൊക്കെയാണ് ആ സിനിമയെ പറ്റി ഉള്ള ഇപ്പോഴത്തെ ഇഷ്യൂസ്. നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് ഇതിന്റെ ബാക്കി. ഫെഫ്കൊക്കെയാണ് പരാതി കൊടുത്തത്. ഫെഫ്ക മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അപ്പം അത് ഇനി വരും. അപ്പോൾ നമുക്ക് എല്ലാം ഇനി വരും ദിവസങ്ങളിൽ കാണാം. സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ലൈൻ കട്ട്.